അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് സിർറുൻ നജാഹ് എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കുന്നത്. അതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. സിർറുൻ നജാഹ് എന്ന് പറഞ്ഞാൽ വിജയ രഹസ്യം. സിർറ് എന്ന് പറഞ്ഞാൽ രഹസ്യം, നജാഹ് എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ രഹസ്യം. വിജയത്തിനക്ക് മൂലധനമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, സൂക്ഷിക്കേണ്ടതും മറക്കേണ്ടതും ഓർക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. ലിക്കുല്ലി ഇൻസാനിൻ മഖ്ദൂറാത്തുൻ മുതമയ്യിസ. ലിക്കുല്ലി ഇൻസാനിൻ, ആവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ലിക്കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യന്മാർക്കുമുണ്ട് മഖ്ദൂറാത്തുൻ മുതമയ്യിസത്തുൻ, വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. അല്ലേ? ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരേ കഴിവാണോ ഉള്ളത്? ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള കഴിവുകളുമുണ്ട്. ബയലുൻ യുൻഷിദു, ചില ആൾക്കാർ നന്നായിട്ട് പാടും. ഓ ബയലുൻ, ചില ആളുകൾ യർസുമു, നന്നായിട്ട് വരക്കും. വല്ലാഹ്റു, മറ്റു ചില ആൾക്കാർ യുഹ്സിനു റിയാദത്തുൽ ബദനിയ, കായിക അഭ്യാസങ്ങളിൽ നിപുണന്മാരായിരിക്കും. യുഹ്സിനു നന്നായിട്ട് ചെയ്യും, റിയാദത്തുൽ ബദനിയാണ് കായിക അഭ്യാസം. അസ്സഈദു, വിജയി മൻ യഅലം മഖ്ദൂറാത്തിഹി വയുൻഷിതുഹ. യഥാർത്ഥ വിജയി എന്ന് പറഞ്ഞാൽ ആരാണ്? യഅലമു മഖ്ദൂറാത്തിഹി, അവൻ്റെ കഴിവുകളെ അറിയുകയും വയുൻഷിതുഹ, ആ കഴിവുകളെ പരിപോഷിപ്പിക്കുക. എനിക്കൊന്നും അറിയില്ല, ഞാനൊരു പാവ, അങ്ങനെ ഇരിക്കരുത്. ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകളുണ്ട്. അപ്പോൾ യഥാർത്ഥ വിജയി എന്ന് പറഞ്ഞാൽ എനിക്കെന്തൊരു കഴിവാണോ ഉള്ളത് ആ കഴിവിനെ അറിയുകയും അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ വിജയി. ലിക്കുല്ലി ഇൻസാനിൻ ഹദഫുൻ മുഅയ്യനുൻ, എല്ലാ മനുഷ്യന്മാർക്കുമുണ്ട് ഹദഫ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. മുഅയ്യനുൻ, ഒരു നിശ്ചിത ലക്ഷ്യമുണ്ടാകും. നിശ്ചിത ലക്ഷ്യമില്ലാത്തവർ ഉലായിക കൽ അന്നാം, നാൽക്കാലികളെപ്പോലെയാണ്. അല്ലേ? മൃഗങ്ങളെപ്പോലെയാണ്. മൃഗങ്ങൾക്കൊരു ലക്ഷ്യവുമില്ല. അവർ നേരം വെളുത്താൽ അങ്ങനെ പോകും, ലക്ഷ്യമൊന്നുമില്ല അവർക്ക്. കുറേ പുല്ല് തിന്നോട് തന്നെ കാഷ്ടിക്കും, കാഷ്ടിച്ചോട് തന്നെ കടക്കും. പിന്നെ ആരെങ്കിലും കയറിട്ട് വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതങ്ങനെ പോവും. ആരെയും തള്ളിയിട്ട് അവിടെ വീണ് അവിടെ അറക്കപ്പെട്ട് അങ്ങനെ അവസാനിക്കും അവരുടെ ജീവിതം. അല്ലേ? കാരണം അവർക്ക് എന്തില്ല? ഒരു ലക്ഷ്യം ഇല്ല. എന്നാൽ മനുഷ്യനെ അങ്ങനെയല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു യഥാർത്ഥ ലക്ഷ്യമുള്ളവനാണ്. അപ്പോൾ ലക്ഷ്യമില്ലാത്തവൻ ആർക്ക് തുല്യമാണ്? ആ മൃഗത്തിനിക്ക് തുല്യമാണ്. ഫൽ മുജ്തഹിദു, അധ്വാനിക്കുന്നവൻ, പരിശ്രമിക്കുന്നവൻ, അവൻ പരിശ്രമിക്കും. ലി തഹ്ഖീഖി അഹ്ദാഫിഹി, അവൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ ഓരോ മനുഷ്യനിക്കും ഓരോ ലക്ഷ്യമുണ്ടാകണം. അപ്പം ഞാൻ എൻജിനീയർ ആവണം, ഞാൻ ഡോക്ടറാവണം, ഞാനൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകണം, ഭാവിയിൽ ഞാൻ ഇന്നതാവണം എന്നൊരു ലക്ഷ്യം ഉണ്ടാവുകയും വേണ്ട, ഇനി നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണം, അങ്ങനെയൊക്കെ ആവാം. അവൻ്റെ കഴിവ് എന്താണോ, അല്ലെങ്കിൽ നല്ലൊരു ഇലക്ട്രീഷ്യൻ ആവണം. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ളത് തന്നെയല്ലേ? അപ്പോൾ ഓരോരുത്തരും ഒരു നല്ല സയൻറ്റിസ്റ്റ് ആവണം, അങ്ങനെയൊക്കെ ചിന്തിക്കാം. അതിനുള്ള കഴിവുകൾ നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കഴിവാണോ ഉള്ളത് എന്നെങ്കിൽ ആ കഴിവുകൾ നമ്മൾ കണ്ടെത്തി പരിപോഷിപ്പിച്ച് അതവൻ്റെ ലക്ഷ്യമായി കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അപ്പോൾ ബുദ്ധിയുള്ളവൻ അവൻ പരിശ്രമിക്കും. ലി തഹ്ഖീഖി അഹ്ദാഫിഹി, അവൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ. മാത്രമല്ല വയതഹമ്മലു ഫീ സബീലിഹിൽ ജുഹുദ വൽ മശഖത്ത, വയതഹമ്മലു, അപ്പോൾ അവൻ സഹിക്കും. ഫീ സബീലിഹി,
ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന വഴിയിൽ, ഫി സബീൽ എന്ന് പറഞ്ഞാൽ വഴി, സബീലിഹി ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുണ്ടാകുന്ന വഴിയിൽ അവൻ സഹിക്കും. അൽ ജുഹുദ വൽ മഷക്കത്ത, ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ സഹിക്കും. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണമെങ്കിൽ അവൻ പഠിക്കണം. പഠിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ചിലപ്പം തണുപ്പുണ്ടാകും, രാത്രി എഴുന്നേറ്റ് പഠിക്കേണ്ടി വരും, നേരത്തെ സ്കൂളിൽ പോകേണ്ടി വരും, സ്കൂളിൽ നിന്ന് ചിലപ്പം വഴക്ക് കേൾക്കും, നേരം വൈകിയാൽ പ്രശ്നമാകും തുടങ്ങി. അല്ലെങ്കിൽ മറ്റു നേരത്തെ നമ്മൾ പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ പാഠഭാഗത്ത് പഠിച്ച പോലെ അവൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി അവൻ വിഭിന്നമായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ യാത്രയ്ക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇങ്ങനെ ധാരാളം പ്രയാസം, അതെല്ലാം അവനെന്താകും, സഹിക്കും. അസ്ദിഖത്തുൻ നഫ്സി, അസ്ദിഖത്തു ബിൻ നഫ്സി എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം. അംറുൻ ലറൂരിയുൻ ലി മുവാജഹത്തി സുഉബാത്തി, അംറുൻ ലറൂരിയുൻ നിർബന്ധമായ കാര്യമാണ്, ലി മുവാജഹത്തി സുഉബാത്തി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അഭിമുഖീകരിക്കുമ്പോൾ അവനിക്ക് എന്ത് വേണം, ഒരു ആത്മവിശ്വാസം വേണം. ഞാൻ ഈ പ്രശ്നമൊക്കെ സഹിച്ചാലും ഇതിൻ്റെ അവസാനം എനിക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ട്, എൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട്. ഫൽ വാസിഖു ബിൻ നഫ്സി, അപ്പോൾ ആത്മവിശ്വാസമുള്ളവൻ യബ്തസിമു നഹവൽ ഹയാത്തി, യബ്തസിമു അവൻ പുഞ്ചിരിക്കും, നഹവൽ ഹയാത്തി ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്ക് നേരെ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. അവൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ തടസ്സങ്ങളുണ്ടാകും. ചിലപ്പോൾ 1-2 പ്രാവശ്യം പരീക്ഷകൾ എഴുതുമ്പോൾ തോറ്റുപോകും. തോൽക്കുമ്പോൾ അതൊക്കെ എന്താണ്, പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ അതിനെ പുഞ്ചിരിച്ചു കൊണ്ടവൻ സ്വീകരിക്കും. അടുത്തതിൽ ഇൻഷാ അല്ലാഹ് ഞാൻ രക്ഷപ്പെടും. ലി അന്നൽ ഇബ്തിസാമ, തീർച്ചയായും പുഞ്ചിരിക്കുക എന്നുള്ളത്, ഖൈറു ഇലാജിൻ ഏറ്റവും നല്ല ചികിത്സയാണ്. ലി തഹമ്മുലിൽ മതായിബി, പ്രയാസങ്ങൾ സഹിക്കാനുള്ള ഏറ്റവും നല്ല ചികിത്സ ഡോക്ടറെ പോയി കാണലല്ല, പുഞ്ചിരിക്കുക. എല്ലാത്തിനെയും പുഞ്ചിരിയോടുകൂടി സമീപിക്കുക. ലാ തെൻസ, നീ മറക്കരുത്. മറക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ലൈസത്തി സഅദത്തുമാ യുഷ്തറ ബിൽ മാലി, സമ്പത്ത് കൊടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല വിജയം. ഞാൻ SLC പരീക്ഷയ്ക്ക് എനിക്ക് ഫുൾ A+ വേണം. അവിടെ മാനേജ്മെൻറ്റിനോടും ഗവൺമെൻറ്റിനോടും പറയാം, ഞാൻ 1,00,000 രൂപ വരെ, എനിക്ക് എല്ലാത്തിലും പരീക്ഷയ്ക്കും പഠിക്കാനൊന്നും ആവില്ല, ഒന്ന് എല്ലാത്തിലും A+ ഇട്ടിങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞാൽ കിട്ടുമോ? എനിക്ക് ഭാവിയിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവാൻ ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ എത്ര വയസ്സായി, 25-ാമത്തെ വയസ്സാകുമ്പോൾ ഒരു സിവിൽ സർവീസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരു 10,00,000 രൂപ തരാം, കിട്ടുമോ? ഇല്ല. മാത്രമല്ല ജീവിതത്തിലുള്ള വിജയങ്ങൾ പോലും എന്തല്ല, സമ്പത്ത് കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല. അതൊക്കെ എന്തിലൂടെ നേടിയെടുക്കുന്നതാണ്? യതഹഖഖു, സാക്ഷാത്കരിക്കും. എങ്ങനെ? ബിൽ ജുഹുദി, പരിശ്രമം കൊണ്ട് സാക്ഷാത്കരിക്കുന്നതാണ്. അന്ത ഖസാനത്തുൽ മഖ്ദൂറാത്തി വൽ മഹാറാത്തി, അന്ത നീ. അപ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, അപ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ത്? വിജയം എന്ന് പറഞ്ഞാൽ അത് കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, ആരുടെയും വിജയം കാശ് കൊടുത്ത് വാങ്ങിയതുമല്ല, ഒക്കെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയതാണ്. അന്ത ഖസാനത്തുൽ മഖ്ദൂറാത്തി വൽ മഹാറാത്തി, അവന് ഈ കഴിവുണ്ട്, മറ്റവന് ഈ കഴിവുണ്ട്, ഞാനൊന്നുമില്ല, അങ്ങനെ വിചാരിക്കരുത്. അന്ത നീ ഖസാനത്തുൽ മഖ്ദൂറാത്തി, ധാരാളം കഴിവുകളുടെ ഖസാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്ന സ്ഥലം, മനസ്സിലായ സങ്കേതമാണ്. വൽ മഹാറാത്തി, ഒരുപാട് കഴിവ്, അതും മഹാറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം കഴിവുകൾ തന്നെ. ധാരാളം കഴിവുകളുടെ കേന്ദ്രമാണ് നീ, പക്ഷെ അത് കണ്ടറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കാത്തതാണ് പ്രശ്നം. അസിസ് മഖ്ദൂറാത്തിക്ക തഗ്ലിബ് അലാ ലോഫിക്ക, നിൻ്റെ കഴിവുകളെ നീ ശക്തിപ്പെടുത്തുമ്പോൾ തഗ്ലിബ് അലാ ലോഫിക്ക, നിൻ്റെ ബലഹീനതയെ, നിൻ്റെ അശക്തതയെ നിനക്ക് മറികടിക്കാൻ സാധിക്കും. അപ്പം നിന്നിലുള്ള കഴിവ് എന്താണെന്ന് കണ്ടെത്തുക. എന്തെല്ലാം ധാരാളം കഴിവ് എല്ലാ മനുഷ്യർക്കുണ്ട്, എന്തെല്ലാം കഴിവ് എനിക്കുണ്ട് എന്ന് കണ്ടെത്തി ആ കഴിവുകളെ വളർത്തിയെടുക്കാൻ നീ പരിശ്രമിച്ചാൽ നിൻ്റെ ഉപ്പയുള്ള ഈ ബലഹീനത, ഒന്നും കൊള്ളാത്തവനാണ് എന്നുള്ള ആ ഒരു ചിന്ത നിനക്ക് മാറിക്കിട്ടും. തദക്കർ, നീ ഓർക്കുക.
അൽ മുഹാവലത്തുൽ മുസ്തമിറത്തു സിറു നജാഹിക്ക. അൽ മുഹാവലത്തു എന്ന് പറഞ്ഞാലും പരിശ്രമം തന്നെ. അൽ മുസ്തമിറത്തു സ്ഥിരമായ. ചില കുട്ടികളൊക്കെ അങ്ങനെയുണ്ട്, ഉമ്മയോ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ഒന്ന് ഉപദേശിക്കുമ്പോൾ എന്താണ് നീ ഇങ്ങനെ മറ്റേ കുട്ടിയൊക്കെ കണ്ടില്ല പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ ഉപദേശിക്കുമ്പോൾ ഇന്ന് മുതൽ ഞാൻ മാറി, ഞാൻ ഈ നന്നാവാന്ന് പറഞ്ഞിട്ട് അന്നൊരു വായനയും എഴുത്തും ഉണ്ടാവും. ഭയങ്കര എഴുത്തായിരിക്കും, ഭയങ്കര വായന ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ അത് നിന്നിട്ടും ഉണ്ടാവും. അവൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നുണ്ടാവും. അവർക്ക് എവിടെയും എത്താൻ സാധിക്കില്ല. മനസ്സിലായോ? ശരിക്ക് അൽ മുഹാവലത്തുൽ മുസ്തമിറത്തു എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്ഥിരമായ എന്നുമുള്ള പരിശ്രമം. സിറു നജാഹിക്ക നിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമായിരിക്കും. ലാ തഹസൻ നീ ദുഃഖിക്കരുത്, അലൽ ഫഷ്ലി പരാജയത്തിൻ്റെ മേൽ ദുഃഖിക്കരുത്, ഇന്നഹു സുല്ലമുൻ ഇലൽ ഫൗസ് അത് വിജയത്തിലേക്കുള്ള കോണിയാണ്. സുല്ലമുൻ എന്ന് പറഞ്ഞാൽ ഏണിയാണ്. മനസ്സിലായോ? ഏണി, നിങ്ങളവിടെ ഏണി എന്നല്ല പറയുക, ഏണിയാണ്. അപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ നീ ഫെയിലായി എന്നുള്ളത് കൊണ്ട് നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. നെക്സ്റ്റ് ചാൻസ് ഇനിയും ഉണ്ടല്ലോ, അതിൽ ഞാൻ പിടിക്കും, ഇതിനേക്കാൾ നല്ലൊരു വിജയം ഞാൻ അതിൽ ഉറപ്പിക്കും. മനസ്സിലായോ? ലാ തൻതളിർ ജസാഅൻ അലാ ഇഹ്സാൻ. ലാ തൻതളിർ നീ പ്രതീക്ഷിക്കരുത്, ജസാൻ പ്രതിഫലം പ്രതീക്ഷിക്കരുത്, അലാ ഇഹ്സാൻ നമ്മൾ ആർക്ക് എന്ത് ഗുണം ചെയ്താലും നമ്മൾ അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ പാടില്ല, ഒരു ഗുണവും പ്രതീക്ഷിക്കാൻ പാടില്ല. ഗുണം പ്രതീക്ഷിച്ച് ചെയ്യുന്ന നന്മയ്ക്ക് എന്തില്ല, പ്രതിഫലം കുറയും. അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെയാണ് നമ്മൾ ഗുണം ചെയ്യേണ്ടത്. നുലാഹിദു തസ്രിഹ അൽ അവൽ 1-ാം സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുക. മിൻ സിർറിൻ നജാഹി സിറുൻ നജാഹിലെ എന്തായിരുന്നു അത്? ലിക്കുല്ലി ഇൻസാനിൻ മഖ്ദൂറാത്തുൻ മുതമയ്യിസത്തുൻ ബഅദുൻ യുൻഷിദു ബഅദുൻ യർസുമു വല്ലാഖിറു യുഹ്സിനു റിയാദത്തുൽ ബദനിയ. ഇതാണ് 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് പരിശോധിച്ചിട്ട് വൽ ആയത്തുൽ ആതിയത്ത താഴെ പറയുന്ന ആയത്തും പരിശോധിക്കുക. വനുനാഖിഷുൽ അലാഖത്ത എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യുക അൽ അലാഖത്ത ബൈനഹുമ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ബന്ധം. അലാഖത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം. ഏതാണ് ആയത്ത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് തീർച്ചയായും ഖലഖ്ന നമ്മൾ സൃഷ്ടിച്ചു അൽ ഇൻസാൻ മനുഷ്യനെ ഫീ അഹ്സനി തഖ്വീം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ധാരാളം കഴിവുകൾ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സൃഷ്ടിയായിട്ട് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. ആ താഴെ ലിക്കുല്ലി ഇൻസാൻ മഖ്ദൂറാത്തുൻ മുഖ്തലിഫത്തുൻ. ലിക്കുല്ലി ഇൻസാൻ എല്ലാ മനുഷ്യർക്കുമുണ്ട് മഖ്ദൂറാത്തുൻ മുഖ്തലിഫത്തുൻ വിഭിന്നമായ കഴിവുകൾ. ആയത് കശ്മല്ലി മഖ്ദൂറാത്തിക്ക നിൻ്റെ കഴിവുകൾ നീ എണ്ണുക. ഒന്ന് അക്തദിറു അലസിബാഹത്ത് എനിക്ക് നീന്താൻ അറിയും, എനിക്ക് കഴിയും. അക്തദിർ എനിക്ക് കഴിയും, അലസിബാഹത്ത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഇങ്ങനെ എഴുതാം. അക്തദിറു അല ബദനിയത്തിൽ അല റിയാദത്തിൽ ബദനിയ എനിക്ക് കായികാഭ്യാസങ്ങൾ കഴിയും. അക്തദിറു അലൽ ഇൻഷാദ് പാട്ട് പാടാൻ എനിക്ക് കഴിയും. പിന്നെ അങ്ങനെ നിങ്ങളുടെ കഴിവ് എന്താണോ ഉള്ളത് പിന്നെ എനിക്ക് അക്തദിറു അലൽ ഖുത്ബത്തി എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. എന്താണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ച് എഴുതി നോക്കണം, എഴുതാതിരിക്കരുത്. നോട്ട് ബുക്കിൽ ഒരു 5 10 ഒക്കെ നിങ്ങൾ എഴുതി നോക്കുക. സെൻറ്റൻസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അറബി ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ ജുംലകൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കണം, എന്നാലേ നമുക്ക് പരീക്ഷയ്ക്ക് ധാരാളം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കുകൾ തരുമ്പോൾ നിങ്ങൾ ഒരു 3 ഡോട്ടിലുള്ള 3 എഴുതി വെക്കാന്നല്ല, നിങ്ങളെ കൊണ്ട് എത്ര എണ്ണം കഴിയുമോ അത്രയും നിങ്ങൾ എഴുതി നോക്കുക. ഇഖ്തബിർ നഫ്സക ല അലാമത്ത ശരി ബി ജാനിബി തസ്രീഹാത്തിലെത്തി താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ശരിയുള്ളതിന് നേരെ ശരിയിട്ട് കൊടുക്കുക. വ അലാമത്ത മുക്കാബലത്തെ തസ്രീഹാത്തി അല്ലത്തി തുവാഫിഖു അലൈഹ വ അലാമത്ത തെറ്റ് എന്നുള്ള അടയാളം മാർക്ക് ചെയ്യുക. മുക്കാബില തസ്രീഹാത്തി സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നേരെ അല്ലത്തി ലാ തുവാഫിഖു അലൈഹ നിനക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ തെറ്റിടാം, നിനക്ക് യോജിച്ച് ശരിയിടാം. അലമു മഖ്ദൂറാത്തി വൗൻഷി തുഹ ഞാൻ എൻ്റെ കഴിവുകൾ അറിയുന്നുമുണ്ട്. വൗൻഷി മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലേ. ഞാൻ എൻ്റെ കഴിവുകൾ അറിയുന്നുണ്ട്, ആ കഴിവുകൾ വളരാൻ ഞാൻ പരിശ്രമിക്കുന്നുമുണ്ട്. ശരിയാണെങ്കിൽ ശരിയിട്ട് കൊടുക്കാം.
ലീ എനിക്കുണ്ട് ഹദഫുൻ മുഅയ്യൻ എനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അസ്ആ ലി തഹ്ഖീഖിഹി ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുമുണ്ട്. ശരിയാണെങ്കിൽ ശരി, ഒരു ലക്ഷ്യമില്ല പരിശ്രമിക്കുന്നുമില്ല എങ്കിൽ തെറ്റിട്ട് കൊടുക്കാം. അരിഫു ഞാൻ അറിയുന്നു അന്നൽ ഫൗസ വിജയം ലാ യഅ്തി ഇലയ്യ ഇല്ലാ ബിൽ ജുഹദി കഠിനാധ്വാനം കൊണ്ടല്ലാതെ വിജയം നേടിയെടുക്കാൻ സാധ്യമല്ല എന്നെനിക്കറിയാം. ശരി, ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. അസ്സആദത്തു ലാ തുഷ്തറ ബിൽ മാലി വിജയം സമ്പത്ത് കൊണ്ട് വാങ്ങാൻ സാധിക്കുകയില്ല. അൽ മുഹാവലത്തുൽ മുസ്തമിറത്തു സ്ഥിരമായ പരിശ്രമം സിറു നജാഹി എൻ്റെ വിജയത്തിൻ്റെ രഹസ്യമാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിക്കാം. എല്ലാ വിദ്യാർത്ഥികളും വർക്കുകളൊക്കെ പൂർത്തിയാക്കുക, പിന്നെ നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. A+ പഠിക്കൽ നിർബന്ധ ബുദ്ധിയോടുകൂടി A+ വാങ്ങും എന്ന് ഉറപ്പിക്കേണ്ട സബ്ജക്റ്റ് കൂടി ആയതുകൊണ്ട് A+ൻ്റെ താഴത്തേക്ക് ഒരിക്കലും നിങ്ങൾ കണക്കാക്കരുത്. അറബിക്ക് നിർബന്ധമായും എനിക്ക് A+ തന്നെ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോട്, കാരണം നിങ്ങളുടെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജൊക്കെ കൂട്ടാൻ വേഗത്തിൽ A+ പിടിക്കാനും സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടി ആയതുകൊണ്ട് നിങ്ങളത് പരിശ്രമിക്കണം. എന്നാൽ ചില കുട്ടികളൊക്കെ അത് എങ്ങനെയായാലും A+ കിട്ടിക്കോളും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് നെവറാക്കുകയും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.